നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂവൽ ഇഞ്ചക്ടർ കട്ട് ചെയ്ത് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3 സിലിണ്ടർ വാഹനത്തിലാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശരിക്കും ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെക്കുറിച്ചൊരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് പ്രണവ് JS ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: സ്കോഡയിലും ഉണ്ടെന്ന് തോന്നുന്നു, 2 സിലിണ്ടറിലും ഓടും ആഫ്റ്റർ എ സർട്ടൺ സ്പീഡ് ആൻഡ് അറ്റ് എ സർട്ടൺ RPM റേഞ്ച്. ആക്റ്റീവ് സിലിണ്ടർ ക്യാൻസലേഷൻ എന്നാണോ പേര് എന്നൊരു ഡൗട്ട്. ഒരു കുഴപ്പമില്ല, അത് ശരിക്കും ACT എന്ന് പറയും, ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്നാണ് അതിനെ പറയുന്നത്. ഇത് ശരിക്കും വോക്സ് വാഗണിനാണ് ഫസ്റ്റ് ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. ഇത് എന്താ സംഭവം എന്നുള്ളത് അല്ലെങ്കിൽ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഞാനത് പറഞ്ഞു തന്നേക്കാം. കാരണം ഇതൊരു ചെറിയൊരു ടെക്നോളജിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല, ഒരു വലിയൊരു ടെക്നോളജി തന്നെയാണ്. കാരണം പൊതുവേ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് 2 പേർ അല്ലെങ്കിൽ ഒരാളൊക്കെ ആയിരിക്കും നമ്മൾ വാഹനത്തിൽ കൂടുതലും ട്രാവൽ നടത്തുന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനിൽ നിന്നും ഉണ്ടാവുന്ന പവർ അല്ലെങ്കിൽ അത്രത്തോളം ടോർക്ക് അല്ലെങ്കിൽ പവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ട്രാവൽ ചെയ്യാൻ വേണ്ടി അത്രയും കൂടെ പവർ നമുക്ക് ആവശ്യം വരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് നമുക്ക് 2 സിലിണ്ടറൊക്കെ കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടെ ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, ചെറിയൊരു കാര്യമല്ല. പക്ഷേ ഇത് ശരിക്കും ഒരു 3 സിലിണ്ടർ വാഹനത്തിൽ പ്രാക്ടിക്കലി നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 3 സിലിണ്ടർ വാഹനത്തിനെ അപേക്ഷിച്ച് ഒരു 4 സിലിണ്ടർ വാഹനത്തിലാണെങ്കിൽ 2 സിലിണ്ടറിൽ ഒന്നിച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ ഒരു 3 സിലിണ്ടർ വാഹനം വരുന്ന സമയത്ത് അതിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷനിലൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫയറിംഗ് ഓർഡറിൽ വരുന്നൊരു പ്രശ്നം കൊണ്ട് 3 സിലിണ്ടറിൽ അത് കുറച്ച് പ്രശ്നമായിരിക്കും അത് ചെയ്യാൻ വേണ്ടി. അതേ സ്ഥാനത്ത് ഒരു 4 സിലിണ്ടർ വാഹനമാണെങ്കിൽ സെക്കൻഡും തേർഡും സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റും 4th സിലിണ്ടർ വെച്ച് മാത്രം ഒരു വാഹനം ഓടാൻ സാധിക്കും. അതായത് 2 സിലിണ്ടർ കൊണ്ട് തന്നെ ഒരു 4 സിലിണ്ടർ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ പവറിൻ്റെ കുറവ് വരുന്നത് അല്ലെങ്കിൽ പവർ കുറയ്ക്കണമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ടോർക്ക് ആവശ്യമില്ലാതൊക്കെ വരുന്ന സമയത്ത് നേരെ 2 സിലിണ്ടർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2 സിലിണ്ടറിലോട്ടുള്ള വാൽവ് മെക്കാനിസത്തിൻ്റെ വർക്കിംഗ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഫ്യൂവലും കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അതായത് വാൽവ് വർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ക്യാം ഷാഫ്റ്റിൻ്റെ ലോബിനെ ഒരു സൈഡിലോട്ട് പുഷ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ഈ പറഞ്ഞൊരു കാര്യത്തിന് വരുന്നത്. അതായത് ഒരു വാഹനത്തിൻ്റെ, അതായത് 4 സിലിണ്ടർ വാഹനത്തിൻ്റെ 2 സിലിണ്ടർ കട്ട് ഓഫ് ചെയ്ത് വിടുകയാണ്. അതായത് സെക്കൻഡും തേർഡും കട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഹനം ഒരു 2 സിലിണ്ടർ വാഹനമായിട്ട് കൺവേർട്ട് ചെയ്താണ് ഈ പറയുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഫ്യൂൽ എഫിഷ്യൻസി നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിയുള്ള വാഹനങ്ങൾക്ക് മിക്കവാറും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എത്ര ഇലക്ട്രിക്കൽ വെഹിക്കിൾ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. എത്ര ഇലക്ട്രിക്കൽ വെഹിക്കിൾ വന്നെന്ന് പറഞ്ഞാലും ഇനിയും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ IC എഞ്ചിൻ തന്നെ മുമ്പോട്ട്, അതായത് കുറച്ച് നാളും കൂടെ ഏതായാലും യൂസ് ചെയ്യും. കാരണം ഈ പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിളൊന്നും ഒരിക്കലും നമുക്ക് അത്ര സ്റ്റേബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ചാർജിങ് ടൈം ഇത്രയും ടൈം എടുക്കുന്നത് നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം ഇനിയും കുറേ നാളും കൂടെ നമുക്ക് IC എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണ വാഹനങ്ങൾക്കെല്ലാം വരികയാണെങ്കിൽ അത് ശരിക്കും ഒരു ഉപകാരമുള്ളൊരു കാര്യം തന്നെയായിരിക്കും.